മോഡറേറ്റർ ശ്രീ AP ശശിധരൻ മാഷാണ്. പ്രിയപ്പെട്ടവരെ, മാധ്യമരംഗത്തെ വെല്ലുവിളികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് അടുത്ത സെഷൻ. ഈ സെഷനിൽ പങ്കെടുക്കുന്നത് മുൻ MLA, ചാനൽ ചർച്ചകളിലെ സൗമ്യമുഖം പ്രിയപ്പെട്ട ജോസഫ് വാഴക്കൻ അവറുകൾ, അതുപോലെ തന്നെ മാതൃഭൂമി ചാനലിലെ ന്യൂസ് എഡിറ്റർ അഭിലാഷ് മോഹൻ, മാതൃഭൂമി പത്രത്തിൻ്റെ ന്യൂസ് എഡിറ്റർ MP സൂര്യദാസ് എന്നിവരെയാണ്. മൂവരെയും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി മോഡറേറ്റ് ചെയ്യുന്നത് മടപ്പള്ളി കോളേജിലെ അധ്യാപകനായ KP ശശിധരൻ അവറുകളാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി മോഡറേറ്റ് ചെയ്യാൻ വേണ്ടി KP ശശിധരൻ അവറുകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. പ്രിയപ്പെട്ടവരെ, മാധ്യമങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ച യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു ലിറ്റററി ഫെസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. കാരണം മാധ്യമങ്ങളിൽ നിന്ന് വേറിട്ട ഒരു ജീവിതത്തെക്കുറിച്ച് സങ്കല്പിക്കാനേ നമുക്ക് കഴിയില്ല. അച്ചടി മാധ്യമങ്ങളിലൂടെ, ശ്രവ്യ മാധ്യമങ്ങളിലൂടെ, ദൃശ്യമാധ്യമങ്ങളുടെ ഘട്ടങ്ങൾ കടന്ന് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഒരേ സമയം ഭയപ്പെടുത്തുന്നതും അതേസമയം ആശാവഹവുമായ രണ്ട് വിരുദ്ധ വശങ്ങൾ അതിനുണ്ട്. നമുക്ക് ടെക്നോളജിയുടെ വികാസമാണ്. ടെക്നോളജി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സയൻറ്റിസ്റ്റുകളുടെ, ശാസ്ത്രകാരന്മാരുടെ മേശമേൽ നടക്കുന്ന പരീക്ഷണങ്ങളിലൂടെ വികസിച്ചു വരുന്ന ഒരു സംവിധാനമാണ്. അതൊന്നും നമുക്ക് ഒളിച്ചോടാൻ പറ്റില്ല. പക്ഷേ അത് ഉപയോഗിക്കപ്പെടുന്ന ഒരു പരിസരം എന്ന് പറയുന്നത് പലപ്പോഴും ഹൈറാർക്കിക്കൽ അധികാരത്തിൻ്റെ കേന്ദ്രീകരണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന ഒരു വിഷയം കൂടിയാണ്. മാധ്യമപ്രവർത്തകരോട് ചോദിച്ചാൽ അറിയാം, അവർ പറയുന്ന കാര്യങ്ങൾ ഡെസ്കിന് പിന്നിൽ നടക്കുന്ന ഒരു പ്രവർത്തനമല്ല, നിഷ്കളങ്കമായൊരു പ്രവർത്തനമായിട്ടല്ല മാധ്യമപ്രവർത്തനം ഇന്ന് നിൽക്കുന്നത്. ഇപ്പോൾ തന്നെ കണക്കനുസരിച്ച് എത്രയോ യുദ്ധങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ 1800ഓളം പത്രപ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്, ഇസ്രായേൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം മാത്രം. അപ്പോൾ അതൊരു ജീവൻ വെച്ചുള്ളൊരു കളി തന്നെയായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയുടെ വികാസവുമായി ബന്ധപ്പെട്ട് പത്രപ്രവർത്തകർ നേരിടേണ്ടി വരുന്ന വ്യക്തിപരമായ അധിക്ഷേപങ്ങളും അപമാനങ്ങളുമാണ്. വ്യക്തിഹത്യ എന്ന് പറയുന്നത് വേറൊരു വശത്ത് നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ മരണത്തേക്കാൾ ഭീകരമായ ചില പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ മാധ്യമരംഗം നേരിടുന്ന വെല്ലുവിളികൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഓരോരുത്തർക്കും ഓരോ തരം അനുഭവങ്ങൾ തന്നെയാണ് പങ്കുവെക്കാനുള്ളത്. തിയററ്റിക്കലായിട്ട് മാധ്യമങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചിരിക്കുന്ന മക്ലുഹനെ പോലുള്ളവരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനേക്കാളേറെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരുപാട് നല്ല അനുഭവങ്ങളുണ്ടാവാം, ദുരനുഭവങ്ങളുണ്ടാവാം. ഇപ്പോൾ ഇവിടെ ഇത് മാധ്യമ ചർച്ചയ്ക്ക് ഇവിടെ എത്തിയിരിക്കുന്ന പ്രഗത്ഭരായ മാധ്യമ പ്രവർത്തകരാണ്. അതിലൊക്കെ നമ്മളെ വളരെയധികം സന്തോഷിപ്പിക്കുന്നത് വൈകുന്നേരത്തെ രാഷ്ട്രീയ ചർച്ചകളിൽ നമ്മുടെ കുടുംബവേദികൾക്കൊക്കെ ഏറ്റവും പരിചിതനായിരിക്കുന്ന ജോസഫ് വാഴക്കനെ പോലുള്ള, നമ്മൾ പറയുന്ന ടങ് ഓഫ് ഫ്ലെയിം എന്ന് തന്നെ പറയാം അല്ലേ, അത്രയേറെ ഊർജ്ജസ്വലമായിട്ട് ഇടപെടുകയും സത്യസന്ധമായ ഈ സത്യാനന്തര കാലത്ത് പോലും സത്യസന്ധമായിട്ട് എങ്ങനെ ഒരു പഴയ രാഷ്ട്രീയ തലമുറയുടെ കാര്യങ്ങൾ ഉള്ളടക്കം ചെയ്തുകൊണ്ട് സത്യസന്ധമായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ജോസഫ് വാഴക്കനെ പോലുള്ളവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനാർഹമായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തോട് തന്നെയാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, മാധ്യമരംഗത്തെ വെല്ലുവിളികൾ എന്നുള്ള നമ്മുടെ ചോദ്യത്തിൽ യഥാർത്ഥത്തിൽ മാധ്യമരംഗത്തെ രാഷ്ട്രീയക്കാർ നേരിടുന്ന വല്ല വെല്ലുവിളികളുണ്ടോ? അപ്പോൾ പഴയ കാലത്തെ അപേക്ഷിച്ച് ഒരു ജനറേഷൻ ഗ്യാപ്പ്, അപ്പം ജോസഫ് വാഴക്കനെ പോലുള്ളവർ നേരത്തെ നടത്തി വന്ന രാഷ്ട്രീയ പ്രവർത്തനം ഇന്ന് എത്തി നിൽക്കുമ്പോൾ അവർ നേരിടുന്ന പ്രത്യേകമായ എന്തെങ്കിലും വെല്ലുവിളികളുണ്ടോ? അതിനെക്കുറിച്ച് അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കടത്തനാട് ഫെസ്റ്റിന് വരാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു സന്തോഷം. ഒരു വലിയ ലിറ്റററി ഫെസ്റ്റാണ്, 2-3 ദിവസം നീണ്ടു നിൽക്കുന്നു. എന്നോട് ചോദിച്ചത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ 2004 മുതൽ 2021 വരെ കോൺഗ്രസ് പാർട്ടിയുടെ വക്താക്കളിൽ ഒരാളായിരുന്നു. അന്ന് ഞങ്ങൾ 2-3 പേരേ ഉള്ളൂ വക്താക്കൾ. അപ്പോൾ ഇന്നിപ്പോൾ ഞാനതിൻ്റെ സ്ഥിരമായി ചാനലിൽ വരുന്ന പരിപാടിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളാണ്. കാരണം അതിൻ്റെ ഒരു കാലഘട്ടം, നമ്മുടെ ഒരു കാലഘട്ടം, പുതിയ ജനറേഷൻ്റെ ഒരു വരവോടുകൂടി നമുക്ക് അത്രമാത്രം പറ്റിയ ഒരു മേഖലയല്ല എന്നുള്ളൊരു തിരിച്ചറിവിൻ്റെ പേരിലാണ്
എന്നെ ആരും മാറ്റിയതല്ല, ഞാൻ സ്വയം മാറിയതാണ്. കാരണം പുതിയ തലമുറയോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പോൾ അവരവരുടെ ഒരു സ്റ്റൈലാണ്. എന്നുവെച്ചാൽ ഒരുപാട് മാറ്റങ്ങൾ ഈ മേഖലയിൽ സംഭവിച്ചു കഴിഞ്ഞു. പണ്ട് വളരെ സീനിയറായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരാണ് അന്ന് ചർച്ചകളിൽ വരാറുള്ളത്. അന്ന് ഞങ്ങളൊക്കെ ആദ്യം പങ്കെടുക്കുമ്പോൾ അന്ന് കോടിയേരി വരും, CPM നിന്ന്, അങ്ങനെ ഓരോ പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന ആളുകൾ വരും. നമ്മളൊക്കെ അന്ന് അതിലെ ജൂനിയറായിരുന്നു. എങ്കിൽ പോലും പരസ്പരം റെസ്പെക്റ്റ് ചെയ്ത് പാർട്ടികളുടെ നിലപാട്, ഇപ്പോൾ നമ്മളൊരു ചർച്ചയ്ക്ക് പോകുന്നതിന് മുമ്പ് പാർട്ടിയുടെ പ്രസിഡൻറ്റിനോട്, പ്രതിപക്ഷ നേതാവിനോടൊക്കെ ചോദിച്ച് ഓരോ വിഷയങ്ങളിലെയും പാർട്ടിയുടെ സ്റ്റാൻഡ്, നിലപാട് എന്തായിരിക്കണം പറയേണ്ടത് എന്ന് വ്യക്തത വരുത്തിയിട്ടാണ് പോകുന്നത്. ഇന്നിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ചാനലുകാർ വിളിക്കുന്നതനുസരിച്ച് പാർട്ടിയിൽ തന്നെ വളരെ അപ്രസക്തരായിട്ടുള്ള പിന്നെ ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ലാത്ത ആളുകൾ പോയിരിക്കുന്നു. അവരുടെ മനോധർമ്മം അനുസരിച്ച് കാര്യങ്ങൾ പറയുന്നു. ചാനലുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ റേറ്റിംഗ് ആണ്. അപ്പോൾ അവിടെ എത്രമാത്രം ബഹളം ഫ്ലോറിലുണ്ടാക്കുന്നു, അപ്പോൾ അതനുസരിച്ച് ആളുകൾ എത്ര പേരെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റുന്നു എന്നുള്ളതാണ് ചാനലുകളും പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരെല്ലാവരും നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടത്തിലാണ്. കാരണം ഒരുപാട് ചാനലുകളായി, ഇത് കാണാൻ ആരെങ്കിലും വേണം. പണ്ടൊക്കെ ഞങ്ങളൊക്കെ ഉള്ള കാലത്ത് ദൃശ്യമാധ്യമങ്ങളിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ആ സംസാരിക്കുമ്പോൾ അന്ന് കാണുന്നവർ കാണും, വല്ല റിപ്പറ്റീഷൻ പിറ്റേന്ന് രാവിലെ ഉണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ടു എന്നുള്ളതല്ല. അത് പിന്നെ അതിനെക്കുറിച്ച് ആരും കാണുന്നില്ല, അത് ചർച്ചയാവുന്നില്ല. ഇപ്പോൾ ഓരോരുത്തരും സംസാരിക്കുന്നത് ഓരോ സെക്കൻഡ് അല്ലെങ്കിൽ ഓരോ മിനിറ്റ് വീതം കട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് അത് വെച്ചുള്ള വലിയ ഒരു ക്യാമ്പയിൻ നടക്കുന്ന കാലമാണ്. അത് ചാനലുകൾക്ക് അതിൻ്റെതായ ഒരു മാർഗമുണ്ട്. അതുപോലെ തന്നെ ഈ ചർച്ചയ്ക്ക് പോകുന്ന എല്ലാ കുട്ടികൾക്കും അവർക്ക് സ്വന്തമായി ഓരോ യൂട്യൂബ് ചാനൽ കാണും. അപ്പോൾ അവർ ഒരിടത്ത് സംസാരിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തുനിന്ന് എടുത്തിട്ട് അവരതിനകത്തൊരു പ്രസക്തമായ ഭാഗം അവരിട്ടിട്ട് പറയും, ഇന്ന് അവൻ പൊളിച്ചു, മറ്റവനെ ഓടിച്ചു, കണ്ടം വഴി കയറ്റി, അവനെ ഭിത്തിയിൽ ഒട്ടിച്ചു എന്നുള്ള തിരക്കട്ടോടുകൂടി അവൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലുകൾ അവർ തന്നെ ഇത് പ്രചരണം കൊടുക്കും. പക്ഷെ അതൊക്കെ ആളുകൾ ശ്രദ്ധിക്കുന്നത്. നമ്മൾ പഴയ സ്കൂളിൽ പഠിച്ചു വന്നിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെ സ്വന്തം യൂട്യൂബ് ചാനൽ തുടങ്ങി, ഇന്ന് ഞാൻ അവനെ ഓടിച്ചു, കണ്ടത്തി കയറ്റി, മറ്റേ ഭിത്തിയിൽ ഒട്ടിച്ചു എന്നുള്ള രീതിയിലൊരു പ്രചരണം കൊടുക്കുന്നതിൽ സ്വയം ഒരു ജാള്യതയുണ്ട്. നമുക്കതിനുള്ളൊരു രീതി ഞങ്ങളെപ്പോലുള്ളൊരു തലമുറയിൽ വന്നവർക്ക് ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് സെൽഫ് മാർക്കറ്റിംഗ് ആണ്. രാഷ്ട്രീയത്തിലും എല്ലാത്തിലും മാർക്കറ്റിങ്ങിനൊരു കാലമാണ്. ചാനലുകളും അതുപോലെ മാധ്യമങ്ങളും മുഴുവൻ കോർപ്പറേറ്റുകളുടെ കയ്യിലാണ് 90%. കേരളത്തിലാണ് കുറച്ചെങ്കിലുമൊക്കെ ഒരു വ്യത്യസ്തമായിട്ടൊക്കെ അഭിപ്രായം പറയുന്ന മാധ്യമപ്രവർത്തകരുള്ളൂ. ഇപ്പോൾ ഇന്ത്യയിലെ അദാനിക്കുണ്ട്, ഇപ്പം ന്യൂസ് 18 അംബാനിയുടെയാണ്. എല്ലാ പ്രമാണിമാർക്കും മുതലാളിമാർക്കും എല്ലാം സ്വന്തം ചാനലുകൾ. അത് ചാനൽ മാത്രമല്ല, അവർക്കെല്ലാ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങളുടെ എല്ലാ മേഖലയിലും അവരുടേതായ സംവിധാനങ്ങൾ കൈവച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിലാണെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ, ഞാനത് മോശമാണെന്നൊന്നും പറയുന്നില്ല, ആളുകൾ എന്ന് പറയുന്നത് സെൽഫ് മാർക്കറ്റിംഗ് നടത്തുന്നവരാണ്. ഇപ്പോൾ എല്ലാവരും പറയും ഈ വലിയ നഷ്ടമായ ഇപ്പം പത്രക്കാർക്കൊക്കെ അല്ലെങ്കിൽ ചാനലുകാരൊക്കെ പുതിയ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയുടെ വരവിൽ മാധ്യമത്തിലെ ജോലിക്കാർക്കൊക്കെ പ്രവർത്തകർക്കൊക്കെ ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് എന്നൊക്കെ ഒരു ആക്ഷേപം പലപ്പോഴും പലരും പറയാറുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം അടച്ചുപൂട്ടും, ഇവർക്കാർക്കും ജോലിയില്ലാതെ വരും. പണ്ട് കമ്പ്യൂട്ടർ വന്ന കാലത്തുണ്ടായ ആക്ഷേപം അത്. പക്ഷെ അതൊന്നും കാര്യമില്ലായിരുന്നു. ആ കമ്പ്യൂട്ടർ തന്നെ അനേകായിരം ആളുകൾക്ക് വീണ്ടും ജോലി ചെയ്തു കൊടുത്തത് നമ്മൾ കണ്ടതാണ്. എന്ന് പറഞ്ഞതുപോലെ ചാനലുകാർക്ക്, ചാനൽ രംഗത്തെ എഴുതാൻ കഴിയുന്നവർ, സംസാരിക്കാൻ കഴിയുന്നവർക്കൊന്നും ഒന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. കേരളത്തിലെ പുതിയ തലമുറയിലെ ഓരോ രാഷ്ട്രീയ നേതാക്കന്മാർക്കും സ്വന്തമായി ചാനലുണ്ട്, സ്വന്തമായി PR ഗ്രൂപ്പുണ്ട്, അവർക്കൊക്കെ കണ്ടൻറ് റൈറ്റേഴ്സിനെ ആവശ്യമുണ്ട്, അവർക്ക് അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫേഴ്സിനെ ആവശ്യമുണ്ട്. ഇവർക്കെല്ലാവർക്കും ഇത് ആവശ്യമുള്ളത് കൊണ്ട് ആർക്കും ജോലിയൊന്നും നഷ്ടപ്പെടത്തില്ല. കാരണം എവിടെയെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ നേരിട്ട് നമ്മുടെ പുതിയ തലമുറയിലെ നേതാക്കന്മാർ അവർ നേരെ എടുത്തോളും, നല്ല ശമ്പളവും കിട്ടും. എന്നിട്ട് ഇവർ നടത്തുന്ന പ്രചരണങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾ മിക്കവാറും കാണുന്നത്. പുതിയ പുതിയ താരോദയങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നതാണ്. 4-5 വർഷം കൊണ്ടാണ് പുതിയ താരോദയം ഉണ്ടാകുന്നത്. അതെല്ലാം മാർക്കറ്റിംഗ് ആണ്. പഴയ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥത വേണം, സത്യസന്ധത വേണം, ത്യാഗമനോഭാവം വേണം. അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ അവർക്ക് വേണ്ടി ജീവിക്കുന്നവർ, അവർക്കൊക്കെ ഒരു റെക്കഗ്നീഷൻ കിട്ടുന്ന കാലമുണ്ട്. ഇപ്പം അതൊക്കെ പോയി, അതൊക്കെ പഴയ കഥയാണ്.
ഇപ്പം നമ്മൾ നന്നായി മാർക്കറ്റ് ചെയ്ത് ജനങ്ങളുടെ മനസ്സിലെ നമ്മളെക്കുറിച്ച് ധാരണകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് വലിയ ത്യാഗവും കഷ്ടപ്പാടൊന്നും വേണ്ട. നമുക്ക് അത്യാവശ്യം പണം ഉണ്ടാക്കി വെക്കുക, ഇതുപോലെ നല്ല PR ഏജൻസികളെ വെക്കുക, അവരെ കൊണ്ട് നല്ല രീതിയിൽ നമ്മളെക്കുറിച്ചുള്ള കഥകൾ എഴുതിപ്പിക്കുക, അതിങ്ങനെ വായിക്കുന്ന ആളുകൾ ഇവന് ഇത്രയും മഹാനാണോ എന്ന് തോന്നുക. ഇതൊക്കെയാണ് നമ്മുടെ കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന മാറ്റമാണ്. ഇത് മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ ജനവും അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ രീതിയിലേക്ക് അവരെ ആ ജനങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഇൻപുട്ട് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് പുതിയ ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ദൗത്യം. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് നല്ലത് ഏതാണ് മോശം ഏതാണ് എന്ന് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാം മായയായിട്ട് ആളുകളുടെ മുമ്പിൽ കാണുകയാണ്. ഏതാണ് സത്യം ഏതാണ് മിഥ്യ എന്ന് നമുക്കാർക്കും തിരിച്ചറിയാൻ കഴിയാത്തൊരു കാലമാണ്. ഓരോ വിഷയവും അതാ. ഇത് രാഷ്ട്രീയം മാത്രമല്ല. എല്ലാം ഇപ്പം ഇസ്രായേൽ അവിടെ മധ്യേഷ്യയിൽ അവിടെ യുദ്ധം നടക്കുന്നു. ഓരോ യൂട്യൂബ് ചാനലിലും ഓരോ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നത്, ഓരോന്നും ഓരോ രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പം നമ്മൾ ഒരു പത്രമോ ഒരു ചാനലോ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല. ഓരോ ചാനലിലും ഓരോന്നാണ് പറയുന്നത്. എത്രയോ ചാനലുകൾ ഇസ്രായേൽ തോറ്റ് ഓടിയെന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ ചാനലിലും ഓരോ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അതുകൊണ്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് സത്യം ഏതാണ് മിഥ്യ ഏതാണ് എന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കള്ളനാണയം ഏതാണ് നല്ല നാണയം ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു രീതിയിൽ ജനങ്ങളും മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഇന്നത്തെ രാഷ്ട്രീയ രംഗത്തുണ്ടായിരിക്കുന്ന ഒരു മാറ്റം, മാധ്യമവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നൊരു കാലം. വഴക്കൻ സാർ പറഞ്ഞ കാര്യം, ഇത്രയും കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നൊരു വലിയ പ്രതിസന്ധി, യഥാർത്ഥത്തിൽ സത്യവും മിഥ്യയും തിരിച്ചറിയാൻ പറ്റാത്ത, നേരത്തെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പ്രവർത്തനം ഒരു മൂല്യാധിഷ്ഠിതമായിട്ട് നടന്നുകൊണ്ടിരുന്ന, കളവ് അവതരിപ്പിക്കുമ്പോൾ ഒരു വിറയലെങ്കിലും ഉണ്ടായിരുന്നു. അത് തീരെ നഷ്ടമായി. കളവ് പറയുന്നത് ഒരു മാധ്യമപ്രവർത്തനത്തിൻ്റെ തന്നെ ഭാഗമായി, രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ തന്നെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള. അപ്പോൾ നേരത്തെ മൂല്യാധിഷ്ഠിതമായി പ്രവർത്തിച്ചു വന്ന രാഷ്ട്രീയക്കാർക്കൊക്കെ അത് വലിയൊരു പ്രതിസന്ധിയായിട്ട് തീരുന്നുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ദൃശ്യമാധ്യമങ്ങൾ അല്ലേ, അതിൽ നിന്ന് വേറിട്ടൊരു ജീവിതമില്ല. നമ്മുടെ വീട്ടിൽ TV നിലച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ആ വീട് പ്രവർത്തിക്കുന്നില്ല എന്ന് വരെ നമുക്ക് പറയാം. അത്രയേറെ ഒരു അംഗത്തെ പോലെയാണ്. അപ്പോൾ ദൃശ്യമാധ്യമങ്ങൾ എത്രത്തോളം ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് പുതിയ സൊസൈറ്റികളെ തന്നെ രൂപീകരിക്കുകയും ചെയ്യുന്നുണ്ട്, പുതിയ സാമൂഹിക കൂട്ടായ്മകളെ സൃഷ്ടിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിൽ നമുക്കെപ്പോഴും വളരെ പരിചിതരായ അല്ലേ, നമ്മുടെ ആങ്കർമാരായിരിക്കുന്ന, മാതൃഭൂമിയിലെ ആങ്കർമാരായിരിക്കുന്ന അഭിലാഷ് മോഹൻ, അതുപോലെ ഷാൻ, ഇവരൊക്കെ തന്നെ നമ്മുടെ വീട്ടിലൊരു അംഗത്തെ പോലെ തന്നെയാണ്. കാരണം കുട്ടികൾക്ക് പോലും അവരെ അറിയാം അല്ലേ. ഇപ്പോഴും സിനിമയിലെ സെലിബ്രിറ്റികളൊക്കെ കൂടുതൽ ആരാധിക്കപ്പെടുന്ന ഒരു പക്ഷേ ചാനലുകളിലെ ഇത്തരത്തിലുള്ള അവതാരകർക്ക് തന്നെയാണ്. കാരണം അത്രയേറെ അവർ ആളുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക, എല്ലാ വിവരങ്ങളും എത്തിച്ചു കൊടുക്കുന്ന അവർ തന്നെയാണ്. അപ്പോൾ എനിക്ക് അഭിലാഷ് മോഹനോട് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ദൃശ്യമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ ഈ മിസ്ഇൻഫർമേഷൻ എന്നോ ഡിസ്ഇൻഫർമേഷൻ എന്നോ അല്ലെ, ഈ ഇൻഫർമേഷനെ സംബന്ധിച്ച് ഇപ്പോൾ UN അതിനെ വിളിക്കുന്ന ഫേക്ക് ന്യൂസ് എന്ന് പോലും വിളിക്കാൻ പാടില്ല, പൊല്യൂട്ടഡ് ന്യൂസ് എന്ന് തന്നെ വിളിക്കണം എന്നാണ് UN പറയുന്നത്. കാരണം അത്രയേറെ മലിനമായ ആവർത്തിച്ച് കളവ് പറഞ്ഞ് സത്യമാക്കി തീർക്കുന്ന ഈ പോസ്റ്റ് ട്രൂത്ത് പീരീഡിൻ്റെ എല്ലാ സ്വഭാവങ്ങളും ദൃശ്യമാധ്യമങ്ങൾ കൈക്കൊള്ളുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ ദൃശ്യമാധ്യമങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സർഗാത്മകമായിട്ട് ഇടപെടാൻ ശ്രമിക്കുന്ന ഒരു അവതാരകൻ നേരിടുന്ന പ്രശ്നങ്ങൾ, അത് അഭിലാഷ് മോഹൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ സംസാരിക്കാവുന്നു. ഇവിടെ ഇപ്പം ഉപയോഗിച്ച പോസ്റ്റ് ട്രൂത്ത് എന്ന വാക്ക് 2016 ഓക്സ്ഫോർഡ് ഡിക്ഷണറി ആ വർഷത്തെ വാക്കായി തിരഞ്ഞെടുത്ത വാക്കാണ്. ഈ വർഷത്തെ വാക്കായി ഓക്സ്ഫോർഡ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ബ്രെയിൻ റോട്ട് എന്ന വാക്കാണ്. അതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത്, നിരന്തരമായ ഡിജിറ്റൽ ഓൺലൈൻ കൺസംഷനിലൂടെ മനസ്സുകൾക്ക് വരുന്ന നിലവാര തകർച്ചയെ സൂചിപ്പിക്കാനാണ് ഈ ബ്രെയിൻ റോട്ട് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പോസ്റ്റ് ട്രൂത്തിൽ നിന്ന് ബ്രെയിൻ റോട്ടിലേക്കുള്ള ദൂരം ഈ 8 വർഷം എടുത്താൽ തന്നെ നമ്മുടെ വാർത്താ ഉപഭോഗത്തിന് വലിയ മാറ്റം വന്നിട്ടുണ്ട്. കാണികളുടെ, വായനക്കാരുടെ, ഉപഭോക്താക്കളുടെ കൺസംഷൻ ശീലങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. അല്ലെ, ഉപയോക്താക്കൾ എന്നാണ് നമ്മൾ വാർത്ത നിർമ്മിക്കുന്ന അല്ലെങ്കിൽ അത് വിതരണം ചെയ്യുന്ന ആളുകൾ പറയാം. ആ മാറ്റം, പ്രത്യേകിച്ച് പോസ്റ്റ് കോവിഡ് കാലത്തെ മാറ്റം കൂടി അനലൈസ് ചെയ്താലേ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ ഫേക്ക് ന്യൂസിൻ്റെ, മിസ്ഇൻഫോർമേഷൻ്റെ കാര്യമൊക്കെ സൂചിപ്പിച്ചു. മിസ്ഇൻഫോർമേഷൻ എന്നുള്ളതിനേക്കാൾ ഡിസ്ഇൻഫോർമേഷൻ എന്ന വാക്കാണ് ഇപ്പോൾ കൂടുതൽ
ഈ പോസ്റ്റ് ട്രൂത്തുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കപ്പെടുന്നത്. മിസ്ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം തെറ്റിപ്പോകുന്നതാണ്. ഒരുപക്ഷെ ഒരു വാർത്തയിൽ ഞാനൊരു തെറ്റായ കാര്യം നിങ്ങളോട് പറഞ്ഞേക്കാം. അത് തെറ്റായ ഒരു വിവരം റിസീവ് ചെയ്യുന്നതിൻ്റെ ഫലമായി അല്ലെങ്കിൽ നമ്മുടെ വസ്തുതാപരമായ ഒരു പിശക് വന്നതിൻ്റെ പേരിലാണ്. അത് സംഭവിക്കാവുന്നതാണ്. മനുഷ്യന്മാർക്ക് തെറ്റ് പറ്റാം. അങ്ങനെ മനുഷ്യന്മാർക്ക് തെറ്റുന്ന തെറ്റിൻ്റെ ഭാഗമായിട്ടാണ് മിസ്ഇൻഫർമേഷൻ ഉണ്ടാവുക. അത് കറക്റ്റ് ചെയ്യാനും പറ്റും. നേരത്തെ പറഞ്ഞ കാര്യം തെറ്റിപ്പോയി, പിശകാണെന്ന് പറഞ്ഞാൽ ആ മിസ്ഇൻഫർമേഷൻ അവിടെ കറക്റ്റ് ചെയ്തു. ഡിസിൻഫർമേഷൻ എന്ന് പറയുന്നത് വളരെ ആസൂത്രിതമായി വേണം എന്ന് വിചാരിച്ച് സമൂഹത്തിലേക്ക് ഇറക്കി വിടുന്ന വളരെ ആസൂത്രിത സ്വഭാവമുള്ള ഒരു നറേറ്റീവാണ്. ആ ഡിസിൻഫർമേഷൻ കൊണ്ട് ഒരു രാജ്യത്തെ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിനെ നിയന്ത്രിക്കാൻ കഴിയും. ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ വലിയ കാര്യങ്ങൾ വരെ പറ്റും. വലിയ വലിയ കാര്യം എന്ന് പറയുമ്പം ഭരണകൂടങ്ങളെ നിലനിർത്താനോ മാറ്റാനോ ഒക്കെ പറ്റും. ഇപ്പോൾ നോക്കൂ, ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കയുടെ പ്രസിഡന്റായി. എന്തായിരുന്നു ഡൊണാൾഡ് ട്രംപിൻ്റെ മുദ്രാവാക്യം? നമുക്ക് അമേരിക്കയെ വീണ്ടും മഹത്തായ ഒരു രാജ്യമാക്കണം, അമേരിക്കയുടെ ഗ്രേറ്റ്നെസ് തിരികെ പിടിക്കണം എന്നുള്ളതായിരുന്നു ട്രംപിൻ്റെ മുദ്രാവാക്യം. ഈ അടുത്ത് ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്തിട്ടുള്ള ഒരു അഭിമുഖത്തിൽ യുവാൽ നോഹ ഹരാരി പറയുന്നൊരു കാര്യമുണ്ട്. ലോകത്തിപ്പോൾ സാമ്പത്തിക വളർച്ചയിൽ ഏറ്റവും മികച്ച നിലയിൽ, അതായത് ചൈനയും യൂറോപ്പും ഒക്കെ ഒരു സ്ലഗ്ഗിഷ് വളർച്ച കാണിക്കുമ്പോൾ ഏറ്റവും മികച്ച നിലയിൽ സാമ്പത്തിക വളർച്ചയുള്ള രാജ്യം അമേരിക്കയാണ്. അമേരിക്കയുടെ മിലിറ്ററിക്ക് തന്നെയാണ് ആഗോളതലത്തിൽ സുപ്രീമസി. ഇപ്പോൾ പുതിയ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഇപ്പോൾ AI ആണല്ലോ ലോകം ഭരിക്കുന്നത്. AI സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ അമേരിക്കൻ കമ്പനികൾക്കാണ് ലോകത്തെ മേധാവിത്വം. മെറ്റ അമേരിക്കൻ കമ്പനിയാണ്. എല്ലാ വലിയ ടെക്നോളജിക്കൽ കമ്പനികളും അമേരിക്കൻ കമ്പനികളാണ്. അപ്പോൾ ലോക മേധാവിത്വത്തിൻ്റെ കാര്യത്തിൽ, ഗ്രേറ്റ്നെസ്സിൻ്റെ കാര്യത്തിൽ അമേരിക്കയ്ക്ക് യാതൊരു കുറവും ഉണ്ടായിട്ടില്ല. പക്ഷേ ജനങ്ങളോട് അമേരിക്കയെ നമുക്ക് വീണ്ടും ഗ്രേറ്റ് ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് വോട്ട് പിടിച്ച് ജയിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ ജനങ്ങൾ നമ്മൾ കുഴപ്പത്തിലാണ് എന്നൊരു ചിന്ത അവരിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ്. ജനങ്ങളെ കൊണ്ട് അങ്ങനെ തോന്നിപ്പിക്കുകയാണ്. അതുപോലെ ഇപ്പോൾ ഇവിടെ ഹിന്ദുക്കൾ അപകടത്തിലാണ് എന്ന് തോന്നിപ്പിക്കാൻ കഴിയും. ഇങ്ങനെ പല കാര്യങ്ങൾ തോന്നിപ്പിക്കാൻ കഴിയും. ഈ തോന്നിപ്പിക്കുന്ന പ്രക്രിയയാണ് ഡിസിൻഫർമേഷൻ വഴി സാധ്യമാക്കുന്നത്. അത് മിസ്ഇൻഫർമേഷൻ അല്ല, അത് പുതിയ ഇൻഫർമേഷൻ ഇക്കോസിസ്റ്റത്തിൻ്റെ പുതിയ ക്രമം അങ്ങനെയാണ്. അത് നിസ്സാരമായി ഒരു സിനിമ വിജയിപ്പിക്കാൻ, ഒരു സിനിമ മൾട്ടി ക്രോർ കളക്ടിങ് സിനിമയാക്കി മാറ്റാൻ, ഒരു ബ്രാൻഡിനെ പുഷ് ചെയ്യാൻ, ഒരു വ്യക്തിയെ പുഷ് ചെയ്യാൻ, തൊട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയെ പുഷ് ചെയ്യാൻ, ഭരണാധികാരികളെ വാഴിക്കാൻ വീഴിക്കാനൊക്കെ ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ കൊണ്ട് പറ്റും. പക്ഷേ ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ്റെ ഇപ്പോൾ പറഞ്ഞ മിസ്ഇൻഫർമേഷൻ ഡിസിൻഫർമേഷൻ എറയിലെ മുഖ്യ ടൂൾ, മുഖ്യ ആയുധം എന്ന് പറയുന്നത് ടെലിവിഷനോ പത്രമോ ഒന്നുമല്ല. അമേരിക്കയിലെ ഫോക്സ് ഒഴികെയുള്ള എല്ലാ ടെലിവിഷൻ ചാനലിലും ട്രംപിനെതിരായിരുന്നു. അവിടുത്തെ പ്രഖ്യാതമായ പത്രങ്ങൾ, ന്യൂയോർക്ക് ടൈംസ്, വാഷിങ്ടൺ പോസ്റ്റ് അടക്കമുള്ള പത്രങ്ങളെല്ലാവരും ട്രംപിനെതിരായിരുന്നു. അതുകൊണ്ട് ട്രംപ് ജയിച്ചില്ല. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് വളരെ കൃത്യമായി ക്യൂറേറ്റ് ചെയ്യുന്ന, വളരെ ആസൂത്രിതമായി സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാണ് നറേറ്റീവുകൾ സൃഷ്ടിക്കുന്നത്. അതിന് അനായാസം പറ്റും. അതിന് പത്രത്തിൻ്റെയോ ടെലിവിഷൻ്റെയോ ഒന്നും ആവശ്യമില്ല. പണ്ട് ഞാൻ ജേർണലിസം പഠിക്കുന്ന കാലത്ത് പത്രങ്ങളുടെ, മാധ്യമങ്ങളുടെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ അഭിപ്രായ രൂപീകരണമാണ്. ഇന്നത്തെ കാലത്ത് അഭിപ്രായ രൂപീകരണത്തിൽ പത്രങ്ങൾക്കും ടെലിവിഷനും വഹിക്കാൻ കഴിയുന്ന പങ്ക് കുറവാണ്. അഭിപ്രായ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളാണ്. അത് പുതിയ കാലഘട്ടത്തിൻ്റെ സ്വഭാവമാണ്. പക്ഷെ ആ സാമൂഹ്യ മാധ്യമങ്ങളെ ആരാണ് നിയന്ത്രിക്കുന്നത്? വലിയ വലിയ ടെക് കമ്പനികളുടെ അൽഗോരിതത്തിന് ഒരു രാജ്യത്തിൻ്റെ ഭാവനാശക്തിയെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ അഭിപ്രായ രൂപീകരണ ശേഷിയെ നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു പുതിയ ഇൻഫർമേഷൻ ഇക്കോസിസ്റ്റത്തിൽ നിങ്ങൾ ടെലിവിഷൻ ചാനലുകളെയോ പത്രങ്ങളെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നത് ടെലിവിഷനോ പത്രമോ കുറ്റമറ്റതാണ് എന്ന അർത്ഥത്തിലല്ല കേട്ടോ. ഈ കാലഘട്ടത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ജീർണതകളും എല്ലാ രംഗത്തും ഉള്ളതുപോലെ, ഇപ്പോൾ രാഷ്ട്രീയ രംഗത്ത്, സാംസ്കാരിക രംഗത്തൊക്കെ ഉള്ളതുപോലെ ഏറിയും കുറഞ്ഞുമൊക്കെ മാധ്യമ രംഗത്തുണ്ട്. മാധ്യമങ്ങൾ വലിയ തോതിൽ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റേറ്റിംഗ് എന്ന വാക്കുകൂടെ പ്രയോഗിച്ചുള്ളൂ. ഇങ്ങനെ പല കാര്യങ്ങൾ, സബ്സ്ക്രിപ്ഷൻ, റേറ്റിംഗ്, സർക്കുലേഷൻ, ഇതൊക്കെ ഹിറ്റ്, ഇതൊക്കെ മാധ്യമങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കൺസേൺ ആണ്. പക്ഷേ എൻ്റെ പോയിന്റ് ഇവിടെ ഒരു ഡിസിൻഫർമേഷൻ ഇക്കോസിസ്റ്റം ആധാരമാക്കുന്നത് മുഖ്യധാരാ മാധ്യമങ്ങളെ അല്ല, മറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളെയാണ്. നിങ്ങളുടെയൊക്കെ കയ്യിലിരിക്കുന്ന ഈ ഫോണിനെയാണ്. ഈ ഫോൺ നിങ്ങളറിയാതെ നിങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്, നിങ്ങളുടെ ചിന്താമണ്ഡലത്തെ നിയന്ത്രിക്കുന്നുണ്ട്, നിങ്ങളുടെ ചിന്തകളെ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഫോൺ എന്ന് പറയുന്ന ടെക്നോളജിക്കൽ ഉപകരണത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, അതുവഴി വരുന്ന കണ്ടന്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ കണ്ടന്റ് എങ്ങനെ നിർമ്മിക്കുന്നു, ആര് നിർമ്മിക്കുന്നു, ആർക്ക് വേണ്ടി നിർമ്മിക്കുന്നു, ഇതൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ പുതിയ ഇൻഫർമേഷൻ ഇക്കോ സിസ്റ്റം എന്ന് പറയുന്നത് ഇത്തരുണത്തിൽ കൃത്യമായി ഒരാളുടെ അജണ്ടയ്ക്കനുസരിച്ച് ക്യൂറേറ്റ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ അതിനുള്ള എല്ലാ തരത്തിലുള്ള പാകപ്പെടലിനും വിധേയമാകാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെയാണ് രാജ്യത്ത് അഭിപ്രായങ്ങൾ ഉണ്ടാവുന്നതും ആ അഭിപ്രായങ്ങൾക്ക് വലിയ ആൾക്കൂട്ടത്തെ ഉണ്ടാവുന്നതും. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു ചാനലുകളെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ചാനൽ ചർച്ചകൾ തുടങ്ങിയ കാര്യങ്ങളും ഇവിടെ സംഭാഷണ വിധേയമായി.
അപ്പോൾ 2008 ഞാൻ ആദ്യമായിട്ടൊരു ടെലിവിഷൻ ചാനൽ ചർച്ച ആങ്കർ ചെയ്യുന്നത്. ഇപ്പോൾ 2024 ഒരു 2004 മലയാളത്തിൽ ഈ ചർച്ച ടെലിവിഷൻ തുടങ്ങുന്നത്, ഇന്ത്യ വിഷൻ്റെ തുടക്കത്തോടു കൂടി. അപ്പോൾ ആദ്യകാലത്ത് ഇവിടെ ശ്രീ വടക്കൻജിയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരു ചർച്ച എന്നുള്ളതിനെ അതിൻ്റെ സമഗ്രതയിലായിരുന്നു ആളുകൾ കണ്ടിരുന്നത്. ഈ ഇൻഫർമേഷൻ ടെക്നോളജി വിപ്ലവം സ്വാഭാവികമായും എല്ലാ രംഗത്തും ഉണ്ട്. 2016 വലിയൊരു വിപ്ലവം സംഭവിച്ചു. റിലയൻസിൻ്റെ ജിയോ റോൾ ഔട്ട് ചെയ്തതോടുകൂടി നമുക്ക് ഡേറ്റ വളരെ ചീപ്പായി. ഒന്ന് മൊബൈൽ ഫോണിലേക്ക് ഇൻ്റർനെറ്റ് വന്നു തുടങ്ങി. 2011-12 കാലത്താണ് മൊബൈൽ ഫോണിലേക്ക് ഇൻ്റർനെറ്റ് വ്യാപകമായി വരുന്നത്. സ്മാർട്ട് ഫോണുകൾ എല്ലാവരും ഉപയോഗിച്ചു തുടങ്ങി. ഒപ്പം നമുക്ക് വളരെ ചെലവ് കുറഞ്ഞ നിലയിൽ ഡേറ്റ ഉപയോഗിക്കാം എന്ന് വരുന്നതോടുകൂടി നമുക്ക് എല്ലാ തരത്തിലുള്ള വാർത്താ ഉപഭോഗവും ഫോണിൽ എന്നുള്ള നിലയിലേക്ക് വന്നു. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പണ്ടൊക്കെ ഒരു 10 കൊല്ലം മുമ്പ് നിങ്ങൾ ജനശതാബ്ദി എക്സ്പ്രസ്സിൽ കയറി ചുറ്റും നോക്കിയാൽ എല്ലാവരും പത്രങ്ങളിൽ മുഖം പൂഴ്ത്തിയിരിക്കുന്നത് കാണാം. ഇന്ന് ഫോണിലേക്ക് നോക്കിയിരിക്കുന്ന ആളുകളെ കാണാം. പത്രം എവിടെ നിങ്ങൾ കാണുന്നില്ലല്ലോ. എല്ലാ തരത്തിലും വായിക്കാനോ കാണാനോ കേൾക്കാനോ ഒക്കെ ഫോൺ വഴിയും നടക്കും. അപ്പോൾ പുതിയ ഈ കാലഘട്ടത്തിൽ വന്ന ഈ പറഞ്ഞ വാർത്താ ഉപഭോഗ രീതിയുടെ മാറ്റം സ്വാഭാവികമായും മാധ്യമങ്ങളുടെ കണ്ടന്റിനെയും ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ചർച്ചയെയും ബാധിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു സ്വാഭാവിക പരിണതിയായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ചർച്ചയ്ക്ക് വരുന്ന ഈ പാനലിസ്റ്റുകൾ അവരൊരു ഫോളോവിങ്ങിനെ ഉണ്ടാക്കാൻ തുടങ്ങി. അവർക്ക് വേണ്ടിയിട്ടുള്ള പഞ്ച് ഡയലോഗുകൾ വളരെ ആസൂത്രിതമായും തയ്യാറെടുപ്പോടുകൂടി അവരും പറഞ്ഞു തുടങ്ങി. അപ്പോൾ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ മാത്രമല്ല അനുയായികളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും ഇത് പറന്ന് നടക്കും. അതൊക്കെ അവരവരുടെ ബ്രാൻഡിനെ ഉയർത്തുകയും അവരുടെ പാർട്ടികൾക്ക് ഗുണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പഴയതുപോലെ ഒരു ചർച്ച അതിൻ്റെ ഒരു അക്കാഡമിക് സ്വഭാവത്തിൽ അതിൻ്റെ സമഗ്രതയിലല്ല ആളുകൾ കാണുന്നത്. നിങ്ങളൊരു ചർച്ചാ താരമാകണമെങ്കിൽ നിങ്ങൾ നല്ല പഞ്ച് ലൈനുകൾ പറയുന്ന ആളുകളാകണം എന്നുള്ളത് ഒരു നടപ്പ് രീതിയായി വന്നു. അങ്ങനെയുള്ള മാറ്റം ഈ ചർച്ചാ സംഗതികൾക്ക് സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇപ്പം ഇവിടെ ശ്രീ ജോസഫ് വാഴക്കൻ ഇരിക്കുന്നുണ്ട്, അബിൻ വർക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തൊരു യുവ കോൺഗ്രസ് പ്രവർത്തകൻ വളരെ ദുഃഖത്തോടുകൂടി കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഇത്ര സമരത്തിന് പോയിട്ട് ഇത്ര തല്ലുകൊണ്ടിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ചാനൽ ചർച്ചയിൽ വരുന്നവരാണ് സ്റ്റാറുകളാകുന്നത്, അവർക്കാണ് വലിയ വലിയ ഗുണങ്ങൾ കിട്ടുന്നത്. ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ തഴയപ്പെടുന്നു, ഞങ്ങളെപ്പോലെയുള്ള ആൾക്കും ജീവിക്കണ്ടേ. നോക്കൂ, ഒരു മനുഷ്യൻ ഈ കാലത്ത് സ്വയം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണല്ലോ. വെറുതെ ഒരാൾ കസേരയിട്ട് കൊടുക്കലല്ലോ, അല്ല നമ്മുടെ സുഹൃത്താണ് എന്നാൽ പിന്നെ ഇദ്ദേഹം നന്നായി പോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലല്ലോ. മറിച്ച് ഒരു വ്യക്തി എങ്ങനെയാണോ ഇപ്പോൾ സിനിമയിൽ ഒരു താരം എങ്ങനെയാണോ ഉണ്ടാവുന്നത്, അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ ഒരു താരം ഉണ്ടാവുകയാണ്. വെറുതെ അല്ല, അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞാൽ പൈസ അല്ല കേട്ടോ, സ്വയം അവർക്ക് ഫോളോവിങ് ഉണ്ടാവുന്നുണ്ട്. അതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. ഇപ്പോൾ അബിൻ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ കണ്ടില്ലേ, കുറേ ആളുകൾ പറന്ന് ഇപ്പോൾ കൂടെ ഇവിടേക്ക് ഒരുമിച്ചിരിക്കാനൊക്കെ വരുന്നത്. അതിപ്പോൾ ആളുകൾ ആ നിലയ്ക്ക് സ്വാഭാവികമായും വളർന്നു വരുന്നൊരു ഫാൻ ഫോളോവിങ് ആണ്. പുതിയ രാഷ്ട്രീയ എക്കോസിസ്റ്റത്തിൽ അക്സെപ്റ്റൻസ് എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ ജനങ്ങൾക്കും സ്വീകാര്യനായ ആളായി മാറണം. അതുകൊണ്ടാണല്ലോ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ 18,000 വോട്ടിന് ജയിക്കുക എന്ന് പറയുന്നത്. അതുപോലെ അത്രയും ടഫായ മത്സരം നടന്ന മണ്ഡലത്തിൽ ഒരു പേഴ്സണൽ കരിസ്മ എന്ന കാര്യം കൂടി ഒരു ഘടകമായിട്ടുണ്ട്. അപ്പോൾ കരിസ്മയുള്ള നേതാക്കൾ ടെലിവിഷൻ വഴിയും സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഉയർന്നു വരിക എന്നുള്ളത് അത് പുതിയ ഇൻഫർമേഷൻ എക്കോസിസ്റ്റത്തിൽ സ്വാഭാവികമായും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതൊരു തരത്തിലൊരു മത്സരമാണല്ലോ. അപ്പോൾ ആ മത്സരത്തിൽ മികച്ചു നിൽക്കുന്ന ആളുകൾ, പെർഫോം ചെയ്യുന്ന ആളുകൾ ചെരിഷിയും അല്ലാത്ത ആളുകൾ വീഴുമെന്നുള്ളത് ഒരു ലോകക്രമത്തിലെ നീതിയാണ് എന്നുള്ളതാണ് എൻ്റെ വസ്തുത. സോഷ്യൽ മീഡിയയുടെ വിഷയങ്ങളെക്കുറിച്ചും ദൃശ്യമാധ്യമത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചും നമ്മൾ അറിഞ്ഞു. പക്ഷേ ഇപ്പോഴും മലയാളികളെ സംബന്ധിച്ചിടത്തോളം രാവിലത്തെ പത്രം എന്ന് പറയുന്നത്, പത്രം കിട്ടിയിട്ടില്ലെങ്കിൽ ഒരിനം കൈവറ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഒരു ചായയോടൊപ്പം പത്രം എന്നുള്ളത് തന്നെയാണ് സത്യം. കാരണം വിവരങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളം പോലുള്ള ഒരു പ്രദേശത്ത് അത്രയൊന്നും വികസിതമായിട്ടില്ല. നമ്മൾ അത്രത്തോളം തന്നെ വളരെ ഉയർന്ന രീതിയിലുള്ളൊരു ജീവിതക്രമത്തിലേക്കൊന്നും എല്ലാവരും എത്തിയിട്ടില്ല. അപ്പോൾ പത്രങ്ങൾ ഇപ്പോഴും വളരെ സജീവമായിട്ട് നമ്മുടെ സാമൂഹ്യ രൂപീകരണത്തിൽ പങ്ക് വഹിക്കുന്നുണ്ട്. സൂര്യദാസിനെ പോലുള്ളൊരു പത്രപ്രവർത്തകൻ മാതൃഭൂമിയിലാണ് അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. മടപ്പള്ളി കോളേജ് പഠിക്കുന്ന കാലത്ത് തന്നെയും പത്രത്തോട് താല്പര്യപ്പെട്ട് MCJ പഠിക്കാൻ പോയി. നല്ല രീതിയിൽ നല്ലൊരു പത്രപ്രവർത്തനം, ഒരുപാട് അവാർഡുകളൊക്കെ വാങ്ങിച്ച സൂര്യാസ് നമ്മുടെയൊക്കെ ഒരു ബാച്ച് പഠിച്ച സുഹൃത്തു കൂടിയാണ്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, അന്ന് ഇറങ്ങി പുറപ്പെടുമ്പോൾ പത്രത്തോട് തോന്നിയിരുന്ന ഒരു താല്പര്യം, അച്ചടി മാധ്യമം, ഇന്ന് എങ്ങനെയാണ് നിങ്ങൾ അവിടെ നേരിടുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ട് പത്രരംഗത്ത്, മാധ്യമരംഗത്ത് ഒരു പത്രലേഖകൻ എന്ന നിലയിൽ, അതുപോലെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് എന്ന നിലയിൽ സൂര്യദാസ് അത് തന്നെയാണ് യഥാർത്ഥത്തിൽ അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിൻ്റെ ഒരു വലിയ സംവിധാനം തന്നെയാണ് യഥാർത്ഥത്തിൽ സൂര്യദാസ്. ഇപ്പോഴും നേരിടുന്ന പ്രതിസന്ധി എന്താണ് എന്ന് അദ്ദേഹം ഒന്ന് വിശദമാക്കും.
ഇന്നത്തെ നമ്മുടെ ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിൽ സമൂഹ മാധ്യമങ്ങളും അതുപോലെ ടെലിവിഷൻ ചാനലുകളുമൊക്കെ അഭിപ്രായ രൂപീകരണത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു എന്ന് ഇവിടെ ബഹുമാന്യായ ശ്രീ ജോസഫ് വാഴക്കനും അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുമൊക്കെ സംസാരിച്ചു. ഈ പറഞ്ഞ പുതിയ സാങ്കേതിക വിദ്യയൊക്കെ നമ്മുടെ അഭിപ്രായ രൂപീകരണത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ കേരളത്തിൽ നമ്മുടെ നാട്ടിലെടുത്ത് നോക്കിയാൽ ഇത്തരം മാറ്റങ്ങൾ സമൂഹത്തിന് എത്രമാത്രം ഗുണകരമായിട്ടുണ്ട് എന്ന് പലപ്പോഴും ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അതായത് ഞാനൊക്കെ മാധ്യമപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുന്ന എനിക്ക് തോന്നുന്നു 1995-96 കാലഘട്ടത്തിലാണ്. അന്നൊക്കെ പത്രത്തിൽ എന്തെങ്കിലും ഒരു വാർത്ത വന്നാൽ ചില സംഭവങ്ങളെക്കുറിച്ചായിരിക്കും. അത് പൊതുമനസാക്ഷി അതിനോട് വിരുദ്ധമായി നിൽക്കേണ്ട ഒരു സംഭവമാണെങ്കിൽ നമ്മൾ തൊട്ടടുത്ത ദിവസമോ അല്ലെങ്കിൽ അന്നോ നമുക്കിടയിലെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും നഗരത്തിലെയും പുറത്തുമുള്ള ആളുകളൊക്കെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാവട്ടെ, ഏത് മതസംഘടനയിൽപ്പെട്ടവരാവട്ടെ, ഏത് ജാതി സംഘടനയിൽപ്പെട്ടവരാവട്ടെ, മറ്റേതോ സംഘടനകളിലോ അല്ലാത്തവരോ ആവട്ടെ, അവർക്കൊക്കെ ഏക മനസ്സോടുകൂടി അന്നത്തെ ആ വാർത്തയിൽ വന്ന് നമ്മൾ അപലപിക്കേണ്ട ഒരു സമൂഹം ഒന്നാകെ അത് തെറ്റാണെന്ന് പറയേണ്ട ഒരു വിഷയമാണെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയാൻ വലിയ മടി അന്നൊന്നും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ കൊടുത്ത പല വാർത്തകളും ഒരു സമൂഹം ഒന്നാകെ അത് മാതൃകാപരമാണ് അല്ലെങ്കിൽ ശരിയാണ് എന്ന് പറയേണ്ട ഒരു സംഭവമാണെങ്കിൽ അതിനെ ശരിവെക്കാനും അന്നത്തെ കാലഘട്ടത്തിൽ പൊതുവെ വലിയ തർക്കമില്ലാതെ എല്ലാവരും അംഗീകരിച്ചതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, ദുരന്തങ്ങൾ പോലും വലിയ അപകടങ്ങൾ പോലും, എന്തിന് നമുക്കാർക്കും യോജിക്കാൻ കഴിയാത്ത ചില അതിക്രമങ്ങൾ പോലും ആദ്യത്തെ 1-2 ദിവസം ചിലപ്പോൾ നമ്മൾ അതിനോട് മൗനം പാലിക്കും. ആ മൗനം അതിനോട് എതിർപ്പുള്ളവരുടെ മൗനമാണ്. എന്നാൽ അവർ അതിനെ ന്യായീകരിക്കുന്നില്ല, പ്രത്യേകിച്ച് അഭിപ്രായം പറയുന്നില്ല. പക്ഷെ 2-3 ദിവസം കഴിഞ്ഞാൽ പല രീതിയിലുള്ള ന്യായീകരണങ്ങളുമായി രംഗത്ത് വരും. അപ്പം നമ്മളൊരു വാർത്ത, ഒരു ഉദാഹരണം പറയുകയാണ്, ഒരു സംഭവം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആ സംഭവം ഏതെങ്കിലും സമൂഹത്തിൽ എന്തെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ്. ന്യായീകരണം പിന്നെ എങ്ങനെയാണ് തുടങ്ങുക? പ്രത്യേകിച്ച് സമൂഹ മാധ്യമത്തിൽ അദ്ദേഹം ഒരു ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആളല്ലേ, അദ്ദേഹത്തെ ഇങ്ങനെ വ്യക്തിപരമായി ആക്രമിക്കാൻ പാടുണ്ടോ? സത്യത്തിൽ നമ്മൾ വാർത്തയല്ലേ പുറത്തു കൊണ്ടുവരുന്നത്, ഒരു വസ്തുതയല്ലേ പുറത്തു കൊണ്ടുവരുന്നത്. ആ വസ്തുത അദ്ദേഹം ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്ന് നോക്കിയിട്ടല്ലല്ലോ ആ വാർത്തയെ വിലയിരുത്തേണ്ടത്. അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് ഒരു സ്ത്രീയോട് ഇത്ര ആക്രമം പാടില്ല. നമ്മളൊരു സ്ത്രീ ആയതുകൊണ്ട്, ചിലപ്പോൾ ഒരു ഭരണാധികാരി ആയതുകൊണ്ടാവാം അന്ന് ആ വിഷയത്തിൽ അവർ വിവാദത്തിൽ കടന്നു വന്നിട്ടുണ്ടാവുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അംഗവൈകല്യം, ഞാൻ ഉദാഹരണം പറയാം, അംഗവൈകല്യം ഉണ്ടെന്നിരിക്കട്ടെ, ഒരു വൈകല്യമുള്ള ആളോട് നമ്മൾ വൈകല്യമുള്ളത് കൊണ്ടല്ലല്ലോ ആ വാർത്ത കൊടുക്കുന്നത്. ആ വിഷയത്തിൽ അദ്ദേഹം എങ്ങനെയാണോ വിവാദകായകനായി മാറുന്നത്, അതിൽ ഇടപെട്ട അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ കൊണ്ടാണ്. അത് മനസ്സിലാക്കാത്ത ആളുകളല്ല നമുക്കിടയിലെ പലരും. പക്ഷേ അറിഞ്ഞുകൊണ്ട് ഇത്തരം തെറ്റുകളെ പതിയെ ന്യായീകരിച്ച് ശരിയാക്കിയെടുക്കാൻ ഈ സമൂഹ മാധ്യമങ്ങൾ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നം നമ്മൾ ഈ കഴിഞ്ഞ 10-25 വർഷത്തിനിടയിൽ കണ്ടത്, മുമ്പൊക്കെ നല്ലൊരു വാർത്ത കിട്ടിയാൽ ആ വാർത്ത വൈകുന്നേരങ്ങളിൽ ന്യൂസ് ഡെസ്കിലാണെങ്കിൽ, ന്യൂസ് റൂമിലാണെങ്കിൽ അത് എത്ര നന്നായി നമ്മൾ അടുത്ത ദിവസം പത്രത്തിൽ പ്രസിദ്ധീകരിക്കണമെന്ന കാര്യത്തിൽ അധികം ചർച്ചകളൊന്നും ആവശ്യമില്ല. വാർത്തയുടെ മെറിറ്റ് നോക്കുക, അതിലെ വിശദാംശങ്ങൾ പരിശോധിക്കുക, അതിൽ തെറ്റുകുറ്റങ്ങളില്ലാതെ കൃത്യമായിട്ടല്ല പാരാമീറ്റേഴ്സും ശരിയാണെങ്കിൽ മറ്റു വലിയ ആലോചനകൾ ആവശ്യമുണ്ടായിരുന്നില്ല. ഇന്നതല്ല സ്ഥിതി. ഒരു പ്രധാനപ്പെട്ട സംഭവം അത് വാർത്തയാക്കുമ്പോൾ അതിൽ പല ഘടനയും ചിന്തയിലേക്ക് കടന്നു വരുന്ന രീതിയിൽ ഈ സമൂഹ മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് നേരെ അനാവശ്യമായൊരു അതിക്രമം അഴിച്ചുവിടുന്നുണ്ട്. ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്, അടുത്ത കാലത്ത് ഒരു ഉദാഹരണം പറയാൻ
സുപ്രീം കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിധിയാണെന്നിരിക്കട്ടെ. ആ സുപ്രീം കോടതിയുടെ വിധി നമ്മൾ പ്രധാനപ്പെട്ട തലക്കെട്ട് വാർത്തയാക്കുമ്പോൾ പലപ്പോഴും അതിനോട് വിയോജിപ്പുള്ള, ഇത് സമൂഹത്തിൽ സ്വാഭാവികമായും ഒരു വിധിയാവുമ്പം ആരൊക്കെ എതിരായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ശരിയെന്ന് പറയുന്ന ഒരവസ്ഥ ഇല്ലാതായ ഒരു സ്ഥിതിവിശേഷത്തിൽ ഇത് സ്വാഭാവികമായും കുറേ ആളുകൾക്ക് ഇതിനോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ ആളുകൾ അടുത്ത ദിവസം വരുന്ന ചോദ്യം എന്താണെന്ന് പറയൂ, സമാനമായ മറ്റൊരു വിധി ഉണ്ടായപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അത് പത്രത്തിൽ കൊടുത്തത്? അതിനവർക്ക് ഉദാഹരിക്കാൻ മറ്റൊരു കാരണം എടുത്തു കാണിക്കാൻ കഴിയും. ആ കോടതി വിധി നിങ്ങൾ എങ്ങനെ അന്ന് ഒന്നാം പേജിൽ കൊടുത്തുവോ? ഇത് പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഇവിടെ ശ്രീ ജോസഫ് വാഴക്കൻ ഇരിക്കുന്നുണ്ട്, UDF-ലെയോ അല്ലെങ്കിൽ LDF-ലെയോ ഘടകകക്ഷികൾ സീറ്റ് വിഭജനം നടത്തുന്നത് പോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നതൊന്നാക്കി, എന്നാൽ അടുത്ത ദിവസം മറ്റത്, അങ്ങനെ ഒരു ഇതിൻ്റെ ആളുകളുടെ സാമ്പ്രദായികമായ ബാധിക്കുന്നവരുടെ ഒരു കണക്കെടുത്തുകൊണ്ടല്ല വാർത്തയാവുന്നത്. ആ സംഭവത്തിൻ്റെ മാത്രം പശ്ചാത്തലത്തിലാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറിയാത്തവരല്ല നമ്മുടെ വായനക്കാർ, ഇത് അറിഞ്ഞുകൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അത് നമ്മൾ നേരത്തെ എടുത്തു. സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ വന്ന പത്രങ്ങളിൽ അന്നത്തെ പത്രങ്ങൾക്ക് ഉണ്ടായിരുന്ന സമൂഹത്തിൽ ചെലുത്താൻ കഴിഞ്ഞ ഒരു ശക്തി, വാർത്തയിലൂടെ ഉണ്ടാക്കാൻ കഴിഞ്ഞൊരു ഇമ്പാക്റ്റ് ഇന്ന് വർത്തമാനകാലത്ത് സാധിക്കാതെ പോയതിൻ്റെ ഒരു പ്രധാന കാരണം, സാധിക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയ, ജാതി, മത സംഘടനകൾ സംഘടിതമായി തങ്ങൾക്കനുകൂലമല്ല അല്ലെങ്കിൽ തങ്ങളുടെ താല്പര്യങ്ങൾക്കോ സംഘടനയ്ക്കോ എതിരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വാർത്തയുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ അനാവശ്യമായ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ സമൂഹത്തിന് ഗുണകരമാണോ? ഇത് എത്രമാത്രം നമുക്ക് താങ്ങാൻ കഴിയും? നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാവരും അറിയുന്നുണ്ട്, എല്ലാ വിവരങ്ങളും അറിയുന്നുണ്ട്. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന പലപ്പോഴും ഞങ്ങൾക്കൊരു ഫാക്ട് ചെക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, നമ്മൾ കാണാറുണ്ടത്. അതിൽ പരിശോധിക്കുമ്പോഴാണ് അറിയുന്നത് സമൂഹ മാധ്യമത്തിലൂടെ വരുന്ന നൂറുകണക്കിന് വാർത്തകളിൽ വലിയൊരു ശതമാനം തെറ്റായ വിവരങ്ങൾ, തെറ്റായ ചിത്രങ്ങൾ സന്ദർഭത്തിൽ നിന്ന് മാറ്റി അടർത്തി ഉപയോഗിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുകയാണ്. അങ്ങനെ വരുന്നതുകൊണ്ട് എന്താണ് സമൂഹത്തിനൊരു നേട്ടം? അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. ഇത് മാത്രമല്ല, ഇപ്പം ഒരു കാലഘട്ടത്തിൽ ഭരണാധികാരികളും അതുപോലെ തന്നെ നമ്മുടെ അധികാരവർഗത്തിനായാലും ശരി, ഏത് മേഖലയുള്ളവർക്കായാലും ശരി, വാർത്തകൾ വരുമ്പോൾ അതിനോട് ഒരു തരത്തിൽ ഒരു പൊതുവേ സമൂഹത്തിൽ അന്നുണ്ടായിരുന്ന ഒരു നിലപാടുണ്ടായിരുന്നു. അത്തരം വിഷയങ്ങളോട് അവർ തെറ്റാണെങ്കിൽ തെറ്റ് സമ്മതിക്കാൻ തയ്യാറാവുന്നൊരു രീതി, അത് പൊതുവേ നമ്മുടെ സമൂഹത്തിൽ നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആദ്യകാലത്ത് നമ്മുടെ പല മന്ത്രിമാർക്കെതിരെയോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാർക്കെതിരെയോ മുഖ്യമന്ത്രിമാർക്കെതിരെയോ വാർത്തകൾ വന്നാൽ അന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുവജന സംഘടനകൾ സമരം ചെയ്തുകൊണ്ടല്ല ഭരണാധികാരികളെ താഴെ പലരും ഇറക്കേണ്ടി വന്നത്. അവർക്ക് ഇപ്പം ലാൽ ബഹദൂർ ശാസ്ത്രി രാജിവെച്ചിട്ടുണ്ട്, അല്ലേ? കൃഷ്ണമാചാരി അദ്ദേഹത്തിൻ്റെ ധനമന്ത്രിയായിരുന്ന കാലത്ത് അന്ന് വന്ന ഒരു ആരോപണത്തിൻ്റെ പുറത്ത് രാജിവെക്കപ്പെട്ടിട്ടുണ്ട്. ആ രാജിയൊന്നും തന്നെ യുവജന വിദ്യാർത്ഥി സംഘടനകളോ പ്രതിപക്ഷ സംഘടനകളോ നടത്തിയ വലിയ പ്രക്ഷോഭത്തിൻ്റെ ഫലമായിട്ടായിരുന്നില്ല, മറിച്ച് മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ, ആ വാർത്തകൾ വരുമ്പോൾ അതിനോട് കുറച്ചുകൂടെ ക്രിയാത്മകമായി പ്രതികരിക്കാനുള്ള ഒരു വിവേക നിലപാട് ആ കാലത്തെ രാഷ്ട്രീയ നേതൃത്വം എടുത്തിട്ടുണ്ട്. എന്നാൽ വർത്തമാന കാലഘട്ടത്തിൽ എടുത്തു നോക്കൂ, അന്ന് കൃഷ്ണമാചാരി രാജിവെച്ചതൊരാരോപണത്തിൻ്റെ, ചെറിയൊരു ആരോപണത്തിൻ്റെ പുറത്താണ്. ഇന്ന് സമാനമായ നൂറുകണക്കിന് ആരോപണങ്ങൾ വന്നാൽ ഏതെങ്കിലും അധികാരികൾ രാജിവെക്കാൻ തയ്യാറാവുമോ? ഇന്ന് സമൂഹത്തിൽ ഇത്രയേറെ സംഘടനകൾ സമരം ചെയ്തിട്ട് എന്തെങ്കിലും അതിനൊരു മാറ്റം വരുത്താൻ കഴിയുന്നുണ്ടോ? അപ്പം സമൂഹത്തിൽ അവരൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് നേരത്തെ ജോസഫ് വാഴക്കൻ സൂചിപ്പിച്ചതുപോലെ അവരുടെ പ്രൊമോഷനായിട്ടുള്ള സോഷ്യൽ മീഡിയയിലൂടെ നൂറുകണക്കിന് വിവരങ്ങൾ, അനാവശ്യമുള്ളതോ സത്യസന്ധമല്ലാത്തതോ ആയ വിവരങ്ങൾ പുറത്തു വിട്ടുകൊണ്ട് തൻ്റെ ഇമേജ് നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു വേല ഇതിലൂടെ കണ്ടെത്തിക്കൊണ്ട് ഈ തെറ്റായ വിവരങ്ങളിലൂടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ കാണുന്നത്. ആ ശ്രമം ഒരുപക്ഷെ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് പഴയതുപോലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത് കുറച്ചു കാലമായിട്ട് വാഴക്കനെ നമ്മൾ ചാനലൊന്നും കാണുന്നില്ല. ഞാൻ നേരത്തെ വിശേഷിപ്പിച്ച തന്നെ അതാണ്.
ടങ് ഓഫ് ഫ്ലെയിം, ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള രാഷ്ട്രീയ ചർച്ചകളിൽ ഇടപെടുന്ന ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ അദ്ദേഹത്തോട് ചോദിക്കാൻ വളരെ ചെറിയ വാക്കുകൾ, നമുക്ക് സമയപരിമിതിയുണ്ട് സർ. സോഷ്യൽ മീഡിയയെ, ദൃശ്യമാധ്യമങ്ങളെ രാഷ്ട്രീയ പ്രവർത്തകരെന്നുള്ള നിലയിൽ നിങ്ങളടക്കമുള്ള ആളുകൾ ഭയപ്പെടുന്നുണ്ടോ? ജസ്റ്റ് ഒരു ചോദ്യമാണ്. അങ്ങനെ ഭയപ്പെടുന്നു എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് യഥാർത്ഥത്തിലുള്ള സത്യസന്ധമായ മൂല്യങ്ങളുള്ള മൂല്യാധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളെ നമുക്ക് കൃത്യമായി പ്ലേസ് ചെയ്യാൻ പറ്റാതെ വരികയാണ്. അതൊക്കെ അപ്രസക്തമായി അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണെങ്കിലും കോൺഗ്രസ്സിലാണെങ്കിലും എല്ലായിടത്തും അത്ര ത്യാഗധനന്മാരായ നേതാക്കന്മാർക്ക് അങ്ങനെ വലിയ പരിഗണന കിട്ടിയിരുന്ന, അവർ സമൂഹത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടുള്ളവരാകാം, കമ്മിറ്റ്മെൻ്റ് ഉള്ളവരാകും, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അത്തരം ആളുകളെ പ്ലേസ് ചെയ്യാൻ നമുക്കിപ്പോൾ പറ്റാറില്ല. കാരണം ഇതിൻ്റെ അകത്ത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ചിലവില്ലാത്ത കാര്യമൊന്നുമല്ല. അതിന് നല്ല പൈസ ആവശ്യമുണ്ട്. അതിന് നമുക്ക് മിക്കവാറും ആളുകൾക്കൊക്കെ, ഓരോ വ്യക്തികൾക്കും, പ്രധാന നേതാക്കൾക്കൊക്കെ PR ഏജൻസികളുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്, സർക്കാരുകൾക്കുണ്ട്. അത് വൻ തുകയ്ക്കാണ്, ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപ. ഗവൺമെൻറ്റുകളൊക്കെ ആകുമ്പം കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് ഈ PR ഏജൻസികളെ വെക്കുന്നത്. അപ്പം അവരാണ് അവർക്ക് വേണ്ടിയിട്ട് ആവശ്യമായ, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഡിസ്ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. അത് ആ രീതിയിൽ അവർ തെറ്റായ ഒരു പ്രചരണം, തെറ്റായ ഒരു വാർത്തകൾ മനുഷ്യ മനസ്സിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. അത് വ്യക്തികളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നല്ല പണം കയ്യിലുണ്ടെങ്കിൽ ഇവർക്ക് ഈ ഏജൻസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PR ഏജൻസികൾ മാത്രമല്ല, ഫേക്ക് ഐഡികൾ ഉണ്ടാകും. ശത്രുക്കളെ, രാഷ്ട്രീയ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാൻ മിക്കവാറും സ്വന്തം പാർട്ടി തന്നെയായിരിക്കും. സ്വന്തം പാർട്ടിയിൽ വളർന്നു വരുന്ന, അല്ലെങ്കിൽ നമുക്ക് നാളെ ശത്രുവായി തീരും എന്ന് തോന്നുന്ന ആളുകളെ അവസാനിപ്പിക്കാനായി ഫേക്ക് ഐഡികളിലൂടെ ഇങ്ങനെ കഥകൾ പ്രചരിപ്പിക്കും. ഇതൊക്കെ 90% അസത്യങ്ങളായിരിക്കും. അപ്പോൾ അതിനകത്ത് ഞാൻ പറയുന്നത് ഒരു വലിയ ഒരു മൂല്യച്യുതി ഈ കാര്യത്തിൽ സംഭവിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴിയുള്ള രാഷ്ട്രീയ രംഗത്ത് എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. എന്നാൽ നല്ല കാര്യങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. കാരണം എന്നാണെന്ന് ചോദിച്ചാൽ, പണ്ടൊക്കെ ഇന്നിപ്പോൾ എല്ലാവരും പത്രപ്രവർത്തകരാണ്, പത്രലേഖകരാണ്. ആർക്കും എവിടെയും നിന്ന് എപ്പോൾ വേണമെങ്കിലും പ്രതികരിക്കാൻ പറ്റും. ഇപ്പം ഫേസ്ബുക്ക് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പറയൂ, നിങ്ങൾ പ്രതികരിക്കൂ, നിങ്ങളുടെ മനസ്സിലുള്ളത് പറയൂ എന്നാണ് അവർ തന്നെ അവരുടെ ഹെഡിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ തുറക്കുമ്പോഴേ അതാകാണ് എന്ന് പറഞ്ഞതുപോലെ എവിടെ വന്ന് കണ്ടു കഴിയുമ്പോൾ ആളുകൾക്ക് പ്രതികരിക്കാനുള്ള ശേഷി ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രതികരണങ്ങൾ നല്ലൊരു പങ്ക് വിദേശത്തിരുന്നാണ്. ആക്ഷേപിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ നല്ലൊരു പങ്ക് വിദേശത്തിരുന്നു കൊണ്ട് വൈകുന്നേരങ്ങളിൽ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നടിക്കുന്ന സാധനങ്ങളാണ് ഓരോരുത്തരെക്കുറിച്ച് വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് ഇറക്കുന്ന നല്ലൊരു ശതമാനം. എനിക്കറിയാം, മുഴുവൻ ആളുകളുടെയും നമ്മളെ റൂട്ട് പലരെയും നമ്മൾ ട്രേസ് ചെയ്യും. ഒരുപാട് സഹിക്കാൻ മേലാതെ വരുമ്പോൾ നമ്മൾ ട്രേസ് ചെയ്യാറുണ്ട്. ട്രേസ് ചെയ്യുമ്പോൾ ഇത് അവൻ അവിടെ ഇരിക്കുക, അവിടെ ഇരുന്നുകൊണ്ടാണ് ഇവിടെ രാജ്യം നന്നാക്കുന്നത്. അപ്പോൾ ആ നിലയിൽ എവിടെ ഇരുന്നു കൊണ്ടും ആർക്കും പ്രതികരിക്കാൻ കഴിയുന്ന ഉത്തരവാദിത്തമില്ലാത്ത ഒരു സംവിധാനമായി ഇത് മാറുന്നുണ്ടോ എന്നൊരു ഭയം എനിക്കുണ്ട്. ദൃശ്യമാധ്യമങ്ങൾ അല്ലെങ്കിൽ ചാനലുകൾ വരെ വരുമ്പോൾ അപ്പോൾ അവർക്കൊക്കെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്നും അനാവശ്യമായിട്ട് ആരെക്കുറിച്ചൊന്നും പറയാൻ കഴിയില്ല. അതിനൊക്കെ ഒരു അതോറിറ്റി ഉണ്ടായിരുന്നു, ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു, നമുക്ക് പരാതിപ്പെടാനുള്ള വേദി ഉണ്ടായിരുന്നു. പത്രങ്ങളുടെ കാലത്ത് അതിനേക്കാൾ കൂടുതലുണ്ടായിരുന്നു. പക്ഷേ അന്നും ചില കുറവുകളൊക്കെ ഉണ്ട്. പത്രകാലത്തൊക്കെ ഒരുമാതിരി വരേണ്യവർഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് പറയാൻ പറ്റുള്ളായിരുന്നു, അവരുടെ വാർത്തകളെ വെളിയിൽ വരുവുള്ളായിരുന്നു. ഇന്നെല്ലാവരുടെയും വാർത്തകൾ വെളിയിൽ വരും, പക്ഷേ ആർക്കും അക്കൗണ്ടബിലിറ്റി ഇല്ല, എന്തുമാകാം എന്നുള്ള ഒരു രീതി വരുന്നുണ്ട്. അതിനകത്തൊക്കെ ഒരു നിയന്ത്രണം, കാരണം വ്യക്തിപരമായ അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും വരുന്നത്, അതുണ്ടാകണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുപാട് കേൾക്കാനുണ്ടായിരുന്നു, അഭിലാഷ് മോഹനൊക്കെ സംസാരിക്കാനും ഉണ്ടായിരുന്നു. പക്ഷേ ചെറിയൊരു സമയം മാത്രമാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവരുടെ ചോദ്യത്തിന് ഇനി നിങ്ങളുടെ ഇടപെടലാണ് ആവശ്യമുള്ള. ഇവിടെ ഇരിക്കുന്ന ആളുകളോട് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം, അതിനുള്ള സന്ദർഭമാണ്. എനിക്ക് പ്രത്യേകിച്ച് ജോസഫ് വൈക്കൻ സാറിനോട് ആണ് ചോദ്യം ചോദിക്കാനുള്ളത്. ഇപ്പോൾ നമ്മളിവിടെ സൂചിപ്പിച്ച ഈ നടന്ന ചർച്ചയിൽ മുഴുവൻ പ്രധാനപ്പെട്ട വിഷയം സോഷ്യൽ മീഡിയയുടെ തെറ്റായ വാർത്തകൾ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചൊക്കെയായിരുന്നു. പക്ഷേ നമ്മുടെ കേരളത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ദിവസം 2 വീതം 3 നേരം എന്നുള്ള നിലയ്ക്ക്
വിദ്വേഷം പ്രചരിപ്പിക്കുന്ന, ഹേറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു നിരവധിയായ ചാനലുകളുണ്ട്. ഈ ചാനലുകളെ നിലനിർത്താൻ ഇപ്പം പിന്നെ പിണറായി രാജിവെക്കുക, സോളാർ സമരം, ഉമ്മൻചാണ്ടി രാജിവെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സമരം ചെയ്യുന്ന യുവജന സംഘടനകൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള നമ്മുടെ ചിത്രം ചുമരുണ്ടെങ്കിലേ ചിത്രം വരക്കാൻ പറ്റുള്ളൂ, നമ്മുടെ സാമൂഹിക ഘടനയെ തകർക്കുന്ന, സാഹോദര്യത്തെ തകർക്കുന്ന ഈ ഒരു പിന്നെ വിദ്വേഷ പ്രചാരകരെ നിലക്ക് നിർത്താനുള്ള നിയമനിർമ്മാണത്തിന് വേണ്ടി ബാധിക്കാത്തത് എന്തുകൊണ്ട്? നമ്മുടെ ഭരണഘടനയിൽ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ നമ്മുടെ ഭരണഘടന നമുക്ക് ഇന്ത്യയിലെ പൗരന്മാർക്ക് അനുവദിച്ച് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ എവിടെ കേസുണ്ടായിക്കഴിഞ്ഞാലും അത്തരം വകുപ്പുകൾ എടുത്തുകൊണ്ട് ഇത് ഞങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, ഞങ്ങളുടെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അത്തരം കാര്യങ്ങൾ കോടതികളും അങ്ങനെ ഒരു കടന്ന ഒരു തീരുമാനത്തിലേക്ക് പോകാറില്ല. അവരൊക്കെ ഒരു പരിധിവരെ അത്തരം ഭരണഘടനാപരമായി പൗരന് കിട്ടിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ ഒരു പരിധിവരെയും അംഗീകരിക്കുന്നുമുണ്ട്. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ ചില നിയമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റുണ്ട്. അത് അവർക്ക് ദോഷമുള്ള ഏതെങ്കിലും ഒരു കാര്യം സംഭവിക്കുന്നു തോന്നിയാൽ, അല്ലെങ്കിൽ അവർക്ക് ക്ഷീണമായി വരും, അല്ലെങ്കിൽ അവർക്കെതിരായിട്ടുള്ള വാർത്തയാണെന്ന് തോന്നിയാൽ മാത്രമാണ് അതിനു വേണ്ടിയിട്ടുള്ള നിയമ നടപടികളിലേക്ക് കടക്കാറുള്ളൂ. അപ്പോൾ ഓരോരുത്തരും അവനവന് കുഴപ്പമുണ്ടെങ്കിൽ മാത്രമേ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. എന്തായാലും ഭരിക്കുന്ന നിയമനിർമ്മാണം നടത്തുന്ന പാർലമെൻറ്റോ അസംബ്ലിയോ ഒക്കെയാണ് ഇത്തരം കാര്യങ്ങളിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തേണ്ടത്. പിന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അവിടെ തന്നെ പരാതി കൊടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ശാശ്വതമല്ല. അതൊക്കെ കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ ചില മണിക്കൂറുകൾ നേരത്തേക്ക്, ചിലപ്പോൾ അത് അവരുടെ ഇതിനെ സസ്പെൻഡ് ചെയ്തെന്നിരിക്കും. പക്ഷേ ഇതൊന്നും ഒരു കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. അത് മാത്രമല്ല, അത് കേരളത്തിൽ മാത്രം ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, ഇന്ത്യയിൽ മാത്രമല്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലോകം വിശാലമാണ്, ലോകമെമ്പാടുമാണ്. ലോകത്ത് എവിടെയിരുന്നും ഇത് ആർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഇത് ആരെ എവിടെ വെച്ച് നിയന്ത്രിക്കാൻ പറ്റും? ഇത് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഇപ്പോൾ ആകെ ചെയ്യുന്നത്, ഇപ്പോൾ വലിയ കലാപങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ അവിടെ ഗവൺമെൻറ് ഇൻ്റർനെറ്റ് അങ്ങ് സസ്പെൻഡ് ചെയ്യും. ആകെയുള്ള മാർഗം അതാണ്, ഇൻ്റർനെറ്റ് സസ്പെൻഡ് ചെയ്യുക, അവിടെ ആ മേഖലയിലേക്ക് ഇത് കിട്ടാതിരിക്കുക എന്നുള്ളതല്ലാതെ ഇതിനെ ഫലപ്രദമായി നിയന്ത്രിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല, അപ്രായോഗികമാണ്. കാരണം അത് ഏതെങ്കിലും ഒരു രാജ്യത്തോ ഒരു സ്ഥലത്തോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഇൻ്റർനെറ്റ്. അത് ലോകമെമ്പാടും ഇരുന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതും. ഹലോ ഒറ്റ ചോദ്യം. നമ്മുടെ ഈ കെവിൻ കാർട്ടറുടെ ഒരു ഫോട്ടോഗ്രാഫറുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥ ഉണ്ടല്ലോ, ഒരു കഥയല്ല സംഭവം. അപ്പോൾ അന്ന് കെവിൻ കാർട്ടർ അങ്ങനെ സംഭവിച്ചപ്പോൾ അതിൻ്റെ ഒരു മാനുഷിക വശം അറിഞ്ഞുകൊണ്ട് 33-ാമത്തെ വയസ്സിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യായിരുന്നു. പക്ഷെ ഇന്ന് അത്തരത്തിൽ ഒരുപാട് വാർത്തകൾ നമുക്കറിയാം. ഇപ്പോൾ ചാരക്കേസിൽ നമ്പി നാരായണനെ ക്രൂശിച്ച് അദ്ദേഹം മാനസികമായി പീഡനം അനുഭവിച്ച് പ്രയാസപ്പെട്ട് ഇപ്പോൾ തിരിച്ച് വരുന്ന രീതിയിലേക്ക് വരുന്നു. അതേപോലെ തന്നെ ഒരു രാഷ്ട്രീയ നേതാവിനെ ശരിക്കും വല്ലാതെ ഭസ്മീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടും ഇന്നത്തെ പത്രപ്രവർത്തകർക്കോ അതേപോലെയുള്ള ആളുകൾക്കോ അതിനൊരു കുറ്റബോധം പോലും ഉണ്ടാകുന്നില്ല. അതേപോലെയുള്ള ഒരുപാട് വാർത്തകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ഇതിലൊരു മാറ്റം ഉണ്ടാക്കാൻ മാധ്യമരംഗത്തെ ആളുകൾ തയ്യാറാകേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ മാധ്യമരംഗത്തെക്കുറിച്ച് 94-95 കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ചാരക്കേസ് അല്ലാതെ അതിനുശേഷം ഒരു 3 പതിറ്റാണ്ട് കഴിഞ്ഞ് കെവിൻ കാർട്ടറുടെ ഉദാഹരണവും പഴയതാണ്. പുതിയ ഉദാഹരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മാധ്യമരംഗത്തെക്കുറിച്ച് അങ്ങനെ എന്ന് പറഞ്ഞാൽ മുഖ്യധാരാ മാധ്യമങ്ങളെക്കുറിച്ച് അങ്ങനെ ചർച്ച ചെയ്യാം. ചാരക്കേസിൽ എന്തായാലും നമ്പി നാരായണനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം തന്നെ നീതി കൊടുത്തു. അതൊരു നീതിയാണോ എന്നുള്ള ചോദ്യം ബാക്കി അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അതൊരു തരത്തിൽ ഒരു കറക്ഷൻ എങ്കിലും ആണല്ലോ ഏറ്റവും കുറഞ്ഞത്. ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ചില ചോദ്യങ്ങൾ, അതായത് എന്തുകൊണ്ട് നിയന്ത്രണം പറ്റുന്നില്ല. ഇപ്പോൾ ഇവിടെ ആദ്യം ഉയർന്ന ചോദ്യത്തിൽ ചാനലുകൾ എന്ന് ഉദ്ദേശിച്ചത് യൂട്യൂബ് ചാനലുകളെയാണെന്ന് തോന്നുന്നു, അല്ലേ? ആണോ? ഓക്കെ. ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ടെലിവിഷൻ ചാനൽ, ഒരു സാറ്റലൈറ്റ് ടെലിവിഷൻ ചാനലിനെ സംബന്ധിച്ചോ ഒരു പത്രത്തെ സംബന്ധിച്ചോ റെഗുലേറ്ററി മെക്കാനിസം ഉണ്ട്. അപ്പോൾ ഈ നമ്മുടെയൊക്കെ ടെലിവിഷൻ ചാനലുകളെ സംബന്ധിച്ചാണെങ്കിൽ കേബിൾ TV ആക്ട് 1990-കളിൽ തന്നെ പാസ്സാക്കിയ വളരെ ശക്തമായ നിയമമുണ്ട്. എന്ന് മാത്രമല്ല, ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നൊരു സ്ഥാപനമുണ്ട്. കണ്ടന്റ് സംബന്ധിച്ച എന്ത് പരാതിയും ഫോർവേഡ് ചെയ്യുക, അതനുസരിച്ച് നടപടികൾ, അതായത് ചാനലിൻ്റെ ട്രാൻസ്മിഷൻ നിർത്തിവെക്കുന്നത് അടക്കമുള്ള നടപടിക്രമങ്ങൾ എടുക്കാം. അങ്ങനെയുള്ള ഒരു നിയമപരമായ ചട്ടക്കൂടുണ്ട്. പക്ഷേ ഈ പുതുതലമുറ മാധ്യമങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ചട്ടക്കൂടോ നിയമ സംവിധാനമോ ഇല്ല. IT ആക്ട് ഉണ്ട്. IT ആക്ടിൽ 66A വകുപ്പ് സുപ്രീം കോടതി തന്നെ എടുത്തു കളഞ്ഞ ഒരു സാഹചര്യമുണ്ട്.
അതിനുശേഷം നിയമനിർമ്മാണങ്ങൾ പലത് ശ്രമിച്ചെങ്കിലും പോളിസി ചേഞ്ചിനൊക്കെ ശ്രമിച്ചെങ്കിലും നടന്നിട്ടില്ല. അതിന് കാരണവുമുണ്ട്. അത് ഞാൻ വിശദീകരിക്കാം. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ഇതുപോലെയുള്ള കണ്ടന്റിനെ നിയന്ത്രിക്കാൻ പിണറായി വിജയന്റെ സർക്കാർ, ഒന്നാം പിണറായി സർക്കാർ പോലീസ് ആക്ട് ഭേദഗതി ചെയ്തു. പക്ഷേ വളരെ ശക്തമായ വിമർശനം മാധ്യമങ്ങളിൽ നിന്ന്, പൊതുസമൂഹത്തിൽ നിന്ന്, പ്രതിപക്ഷത്തു നിന്ന്, സ്വന്തം മുന്നണിക്കകത്തു നിന്ന് അടക്കമുണ്ടായപ്പോൾ ആ പോലീസ് നിയമ ഭേദഗതി പിൻവലിക്കേണ്ടതായി വന്നു. കേന്ദ്രം ഈ സമീപകാലത്ത് ഈ ഡിജിറ്റൽ മാധ്യമങ്ങളുടെ ഒരു നിയന്ത്രണ സംവിധാനം എന്നുള്ളത് കൂടി കണക്കിലെടുത്ത് ഒരു പോളിസി കൊണ്ടുവരികയും പിന്നീട് അത് റിപ്പീൽ ചെയ്യുകയും ചെയ്തു. അപ്പോൾ നിലവിൽ IT ആക്ടിൽ തന്നെ സുപ്രീം കോടതി വരുത്തിയിട്ടുള്ള 66A മാറ്റം തുടങ്ങി നമ്മൾ ഇതുവരെ എടുത്തു കഴിഞ്ഞാൽ ഈ പുതിയ തരത്തിലുള്ള മാധ്യമങ്ങളെ, അതിൻ്റെ കണ്ടന്റിനെ റെഗുലേറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് യാതൊരു സംവിധാനവും ഇല്ല എന്നൊരു വസ്തുത അവിടെ നിൽക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം. 2, ഒരു ഭരണകൂടം അത് റെഗുലേറ്റ് ചെയ്യാൻ പോയാൽ അത് എത്രമാത്രം ഗുണപരമാകുമെന്ന വേറൊരു പ്രശ്നമുണ്ട്. ശരിയാണ്, വിദ്വേഷ കണ്ടന്റ് നിയന്ത്രിക്കപ്പെടണം. അതേസമയം തന്നെ അതൊരു സെൻസർഷിപ്പുമായി മാറാം, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേൽ വീഴുന്ന വിലങ്ങായി മാറാം എന്നൊരു പ്രശ്നമുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ടൈറ്റ് റോപ്പ് വാക്ക് എന്നൊക്കെ പറയില്ലേ, അതുപോലെ അപകടകരമായ ഒരു കാര്യം കൂടിയാണ് എന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുത കൂടി നമ്മുടെ മുമ്പിലുണ്ട്. അതിനെ നമുക്ക് അതുകൊണ്ടൊരു സമീകൃതമായ ഈക്വലായ ഒരു സമീപനമേ അക്കാര്യത്തിൽ സാധ്യമാവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, സമയത്തിൻ്റെ വലിയ പരിമിതിയുണ്ട്. 1-2 സെഷനുകൾ ഇനിയിവിടെ ഇപ്പം നടക്കേണ്ടതുണ്ട്. ഒറ്റ ചോദ്യം. സമയപരിമിതി പോലെ ഇടപെടുകയാണ്. ഈ സെഷനിലേക്ക് നന്ദി പറയാൻ വേണ്ടി മോഹൻ പുത്തൂരിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്വകാര്യം ചോദിക്കുന്നല്ല, നന്ദി പറഞ്ഞു. കളിപ്പനാട്ട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ 3ാം ദിവസം. അതെ, ഒരു ചോദ്യം നമ്മൾ അടുത്ത സെഷനുണ്ട്. സർ, ക്ഷമിക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് നല്ലൊരു കൃത്യമായ ഒരു രീതിയിൽ പോകുന്നത് കൊണ്ട് തന്നെ സമയത്തിൻ്റെ വില ഞാൻ തിരിച്ചറിയുന്നത്. അത് ഞാൻ തുടങ്ങിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ സംഘാടകർ, നമ്മുടെ ഈ ചാനൽ ചർച്ചയിൽ പലപ്പോഴും നമ്മൾ കുടുംബസമേതം ഇത് കേൾക്കുന്നുണ്ട്. പല ചർച്ചയിലും വന്ന് ചാനൽ ചർച്ചയിൽ സംസാരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ തന്നെ സഭ്യത വിട്ടിട്ടാണ് പലപ്പോഴും കൊമ്പ് കോർത്തിട്ടാണ് സംസാരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഒരു സാംസ്കാരിക പൈതൃകം വെച്ചിട്ട് പോലും, അല്ലെങ്കിൽ സാംസ്കാരിക തനിമ അല്ലെങ്കിൽ സൗഹൃദം പോലും ഇല്ലാത്ത രീതിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രോശിക്കുമ്പോൾ അവരുടെ ശരിക്കും മോഡറേറ്റർമാർ പോലും പറയുന്നത് കേൾക്കാണ്ട് പരസ്പരം വെല്ലുവിളിച്ച് നടത്തുന്നൊരു സംവിധാനം. സുരേഷ് സാർ, ആ സംവിധാനത്തിനൊക്കെ ഒരു നിയന്ത്രണം വേണ്ടേ ശരിക്കും? അല്ല, ഇത്തരം വിഷയങ്ങൾ നേരത്തെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാണ്. ഇതിനൊരു നിയന്ത്രണം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ചാനൽ ചർച്ചകൾക്ക് വരുന്നവർ തന്നെ സ്വയം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഇപ്പം അഭിലാഷ് മോഹനെ പോലുള്ള ആളുകളോ അല്ലെങ്കിൽ ആങ്കർ ചെയ്യുന്ന മറ്റാളുകൾക്കോ ഇത് പലപ്പോഴും ഇത് ആ സമയം തത്സമയം റിപ്പോർട്ട് ചെയ്യുന്ന സംവിധാനമായിരിക്കും. അപ്പോൾ അവിടെ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ വസ്തുതകൾ അവതരിപ്പിക്കണം, നിങ്ങൾക്ക് പറയാൻ കൃത്യമായ ന്യായങ്ങളോ അല്ലെങ്കിൽ പറയാനുള്ള വിഷയങ്ങൾക്കോ ദാരിദ്ര്യം വരുമ്പോൾ മാത്രമാണ് ഇത്തരം ബഹളങ്ങളിലേക്ക് പലപ്പോഴും കടന്നു പോകുന്നത്. അതിന് ഒരു സ്വയം നിയന്ത്രണം വരുന്നവർക്ക് സ്വയം ഏർപ്പെടുത്തുക എന്നല്ലാതെ എനിക്ക് തോന്നുന്നില്ല അത് ചാനലിൻ്റെ ഭാഗത്തുനിന്നോ ഏതെങ്കിലും ഒരു മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നോ സാധിക്കുമെന്ന കാര്യത്തിൽ. കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ 3ാം ദിവസമായ ഇന്ന് മാധ്യമങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ജോസഫ് വാഴക്കൻ സർ, അതുപോലെ തന്നെ MP സൂര്യദാസ്, ശ്രീ അഭിലാഷ് മോഹൻ, ചർച്ച നിയന്ത്രിച്ച ശ്രീ ശശി മാസ്റ്റർ ഉൾപ്പെടെ അതിനേക്കാളുപരി ഇത് ശ്രവിച്ച ശ്രോതാക്കൾക്ക് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും നന്ദി പറയപ്പെടുന്നു.